അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാമിദ് ആറ്റക്കോയ തങ്ങളെ തലങ്ങും വിലങ്ങും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ മജ്ലിസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിലാണോ എന്നറിയില്ല. ഒരുപാട് ആളുകളുടെ ചാനലുകളിലൂടെയുള്ള വീഡിയോകളിലൂടെയുള്ള വിമർശനങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്, തങ്ങളെ വിമർശിക്കുന്നവരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിലും കൂടുതലായും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഈ റമളാൻ മാസത്തിൻ്റെ പവിത്രത ഓർത്തിട്ടെങ്കിലും ഒരാളെ ഇത്രക്കും നീചമായ ഭാഷയിൽ ഈ റമളാൻ മാസത്തിൽ വിമർശിക്കാൻ പാടില്ലായിരുന്നു. ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ റമളാൻ മാസത്തിൽ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച്, ഈ റമളാൻ മാസത്തെക്കുറിച്ച് കൂടുതൽ അവർക്ക് അറിവില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ മുസ്ലിങ്ങൾ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. വിമർശനങ്ങൾ കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് കാഴ്ചക്കാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരുപാട് ആരോപണങ്ങൾ, ആറ്റക്കോയത്തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ റമളാൻ മാസത്തിൻ്റെ രാവിലും പകലിലും വിശ്വാസികൾ അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പ്രതിഫലം കാംക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സൽക്കർമ്മങ്ങൾ ചെയ്യാതെ തന്നെ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആളുകളിൽ നിന്നുള്ള അവരുടെ സൽക്കർമ്മങ്ങൾ ആറ്റക്കോയ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ വിജയിച്ചിരിക്കുന്നത് ആറ്റക്കോയ തങ്ങൾ തന്നെയാണ്. ആറ്റക്കോയ തങ്ങൾ ഈ റമളാൻ മാസത്തിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് പ്രതിഫലം കരസ്ഥമാക്കുമ്പോഴും മറ്റൊരു വഴിയിലൂടെ ആറ്റക്കോയ തങ്ങൾക്കെതിരെയുള്ള വിമർശനത്തിലൂടെ മറ്റൊരു രീതിയിലും അദ്ദേഹം ഒരുപാട് പ്രതിഫലം അള്ളാഹുവിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി 3-4 ദിവസം കഴിഞ്ഞാൽ റമളാൻ മാസം കഴിഞ്ഞു. അടുത്ത റമളാനിന് ഇനി ആരൊക്കെ ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. ഈ റമളാൻ മാസം ആരുടെയും അവസാനത്തെ റമളാൻ ആക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രവുമല്ല, ഇതുവരെ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം തന്നെ നല്ല നിലക്ക് സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്.